ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് BBSൻ്റെ പുതിയൊരു അപ്ഡേഷനായിട്ടാണ്. ഇപ്പോൾ ഒരു ടാസ്ക് അവിടെ കഴിഞ്ഞു. അതായത് ഇന്നലത്തെ കണ്ടിന്യൂ ടാസ്ക്കാണ്. കാരണം ഇന്ന് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ അവർക്ക് ഒരു 6 ഫ്രിഡ്ജ് കൊടുത്ത് ഓരോ ആൾക്കാരുടെ പേര് ചെയ്യണോ, അതിന് ആ ടാസ്കിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ വ്യക്തിയുടെ പേര് പറഞ്ഞാലും ഓരോ ഫ്രിഡ്ജ് കൊടുത്ത് അതിൽ ആ ഫ്രിഡ്ജിനുള്ളിൽ നമ്മൾ സാധനങ്ങൾ നിറയ്ക്കുക ടാസ്ക് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ കണ്ട കാഴ്ചയെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ചിന്തിക്കുക, അവിടെ ഈ ടാസ്കിൻ്റെ പരമായിട്ട് കുറേ സാധനങ്ങൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ കുറേ തലയണയും പാവയും തുണികളും എല്ലാം കുട, അങ്ങനെ കുറേ നമ്മൾ ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ വരെ ആ ടാസ്കിൽ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നതാണ് ഫ്രിഡ്ജിൽ എന്തൊക്കെ സാധനങ്ങൾ വെക്കുമെന്ന്. ഒരിക്കലും തലയണയോ പുതപ്പോ ഇല്ലെങ്കിൽ ഡ്രസ്സോ കുടയോ ഒന്നും ഒരിക്കലും ഒരാൾ ഒരു പെട്ടി പോലും കൊണ്ടുവന്ന് ഒരു ഫ്രിഡ്ജിനുള്ളിൽ നമ്മൾ വെക്കാറില്ല. നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നത് എന്താ, ചീത്തയാവാത്ത നമുക്ക് ഭക്ഷണ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അത്ര പോലും കോമൺ സെൻസ് ഇല്ലാത്ത മനുഷ്യരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോൾ വന്ന് കളിക്കാനായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോ ഗൈസ്, ഈ ഗെയിം കൊടുക്കുന്നത് എന്തിനാണ്? മനുഷ്യരെ ചിന്തിക്കാനാണ്. പക്ഷേ ഇവരാരും ചിന്തിക്കല്ല. ഒരാൾക്കിട്ട് എങ്ങനെ ആപ്പ് വെക്കണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരവിടെ നിൽക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഈ ഗെയിമിനോടോ ഇല്ല ചിന്തിച്ചോ ആത്മാർത്ഥമായിട്ടോ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഫ്ലോപ്പ് എന്ന് മാത്രമേ പറയാത്തുള്ളൂ. 1-2 പേര് മാത്രമേ ഉള്ളൂ. അതും കുറേ സാധനങ്ങൾ എടുത്തൊരു ബാഗിനകത്ത് ആക്കിക്കൊണ്ട് വെച്ചേക്കാം. അവരും ചിന്തിച്ച് കളിച്ചവരൊന്നും അല്ല. എന്തോ ചക്ക വീണ് മൂയിൽ ചത്തെന്ന് പറയത്തില്ല, അതേ കണക്ക് കിറ്റടിച്ച ആൾക്കാരെ ഉള്ളൂ ഇപ്പം അതിനകത്ത് നിൽക്കുന്നത്. തീർത്തും പറയാണ്, ഒരു വ്യക്തി പോലും ആ ഗെയിം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ആവുന്നില്ല. കാരണം ഫീൽ ആവുകയാണെങ്കിൽ അവിടെ കുറേ ഭക്ഷണ സാധനങ്ങളുടെ രൂപത്തിലുള്ള കുറേ സാധനങ്ങൾ പുറത്ത് കിടപ്പുണ്ട്. ഒരിക്കലും അതൊന്നും പുറത്ത് കിടപ്പില്ലായിരുന്നു. ഏതൊരു മനുഷ്യൻ ചിന്തിക്കുന്നില്ല ഫ്രിഡ്ജിൽ ഈ പുതപ്പും തലങ്ങാടിയൊക്കെ കൊണ്ടുവെക്കുമോ? ഇവരൊക്കെ ഇത്ര ബോധമില്ലാത്ത വ്യക്തികളാണെന്നാണ് ചിന്തിച്ചു പോയി. ഗൈസ് സീരിയസ്ലി പറയാം, ചിന്തിച്ചു പോയി. കണ്ണൊട്ടിക്കാൻ നമ്മളെയും കൂടെ ഒരു പൊട്ടരാക്കുന്ന രീതിയാണ്. ഇവരൊക്കെ എന്താ പുറത്തുനിന്ന് വന്ന ആൾക്കാരോ? പുറത്തുനിന്നുള്ള ആൾക്കാർ അവർക്ക് കോമൺ സെൻസ് ഉണ്ട്. ഒരു ഫ്രിഡ്ജിൽ എന്തൊക്കെയാണ് വെക്കേണ്ടത് അത്ര പോലും ചിന്തിച്ച് കളിക്കാൻ അറിയാത്ത കുറേ ടീമുകളെയാണ് ഗൈസ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഹൗസിൽ. ഇപ്പോൾ ഇതാണ് പറയാനുള്ള പുതിയ അപ്ഡേഷനാണ്. അതിൽ വിന്നറായി നിൽക്കുന്നത് നമ്മുടെ എന്താ പറയുക, ഒനിയൻ്റെ ടീമാണ്. ഓനിയലിൻ്റെ ടീമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റ.